മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ICPF എന്നൊരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു പേര് അല്ലെങ്കിൽ ഒരു മുഖം, അത് ടൈറ്റസേറിൻ്റെ മുഖം തന്നെയാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ശരിക്കും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ അപ്പോഴത്തെ യൂത്തിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തമാശ രൂപേണ പറഞ്ഞ് നല്ല പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഞങ്ങൾക്ക് ടൈറ്റസേറിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും നഴ്സിംഗ് എന്ന് പറയുമ്പം ഒരു കോളേജ് ലൈഫ് പോലുള്ളൊരു അടിച്ചുപൊളി ഹാപ്പിനെസ് അത്രയ്ക്കും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ തോന്നിക്കാൻ ഒരു അവറെങ്കിലും ഞങ്ങൾക്ക് തോന്നിക്കാൻ സാധിച്ചത് ICPF എന്നൊരു പ്രോഗ്രാം ടൈറ്റസേറിനെ നടത്തിയത് കൊണ്ട് തന്നെയാണ്. ശരിക്കും ആ ഒരു മണിക്കൂറാണ് ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞൊന്ന് ചൂടാവാനും അതുപോലെ ചൂടായി ഒരു ഡാൻസ് ഒക്കെ കളിക്കാനും എന്നാലും കുറച്ചൊക്കെ കത്തിരിയാവുന്നത് ഞങ്ങൾ പറയുമെങ്കിലും തമാശ രൂപേന്ന് പറയാനും അഥവാ എന്തെങ്കിലും തമാശകൾ ചീറ്റിപ്പോയാൽ 4 കാലിൽ നിന്ന് അത് പിടിച്ചു നിർത്താൻ ഒക്കെ ടൈറ്റസേറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നതിന് ഓൾറെഡി എന്തായാലും ബാച്ചുകൾ തമ്മിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ സൈഡിൽ നിന്നും അത് കേട്ട് ഒരാളുടെ പക്ഷം മാത്രം നിൽക്കാതെ എല്ലാ സൈഡിൽ നിന്ന് കേട്ട് മാക്സിമം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ യൂത്ത് കേൾക്കേണ്ട കാര്യങ്ങൾ ഇപ്പം യൂത്തിന് എന്തായാലും ഇച്ചിരി കോമഡിയൊക്കെ ആയിട്ട് പറഞ്ഞാലും അതൊന്ന് ഉൾക്കൊള്ളാനായി ഒന്ന് പിടിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം തമാശയൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കാൻ ടീച്ചേഴ്സിന് ശരിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ യൂത്തിനാണ് പ്രശ്നങ്ങൾ കൂടുതൽ. ഇപ്പോൾ ടൈറ്റസേറിൻ ICPF വിടുകയാണ്. അപ്പോൾ ഇനിയും കുറേ യൂത്തിന് നല്ല നല്ല മെസ്സേജുകൾ എത്തിക്കാനും കുറേ മാറ്റങ്ങൾ അവരിൽ സംഭവിക്കാനും ഒക്കെ ഇടവരട്ടെ. എവിടെ പോയാലും നന്നായിരിക്കട്ടെ. എല്ലാവരിലും കുറേ ഒരു നുറുങ്ങ് വെളിച്ചമാണ് ഒരാളിൽ എത്തിക്കുന്നതെങ്കിലും അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരാളിൽ ഒരു നുറുങ്ങ് വെട്ടമാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അവർക്കൊക്കെ ഒരു മാറ്റം വരിക എന്നുള്ളത്. അപ്പം അതിൻ്റെ വിധ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. അതുപോലെ ഒരു പോസിറ്റീവ് രീതിയിലെടുത്ത് ഇപ്പോഴത്തെ യൂത്ത് മാറാൻ ടീച്ചേഴ്സിൻ്റെ വാക്കുകൾ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഹായ്, വിനുവാണേ. അപ്പോൾ ടൈറ്റസ് ചാച്ചൻ ഈ മാസം കൂടെ ICPF ഉള്ളൂ എന്ന് അറിഞ്ഞു റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടൂർ ICPF ഡിസൈപ്പിൾഷിപ്പ് ഗ്രൂപ്പിൽ എല്ലാ മാസവും ഫസ്റ്റ് സൺഡേസിൽ ഞങ്ങൾക്ക് ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാതറിംഗിലുള്ള അച്ഛൻ്റെ ഓരോ ക്ലാസ്സുകളും ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ ഓരോ വട്ടവും ഷെയറിങ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളതും അത് തന്നെ ആയിരിക്കണം. അപ്പോൾ ലിസണിങ് കേപ്പബിലിറ്റി, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. അപ്പം ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശ്രദ്ധിക്കാനും അവരുടെ ഒരു പറയുന്നത് കേൾക്കാനും ഉള്ള മനസ്സ് കാണിക്കുന്ന ഒരാൾ, അത് അങ്ങനെ ഒരാളിനെ എപ്പോഴും ആഗ്രഹിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ളൊരു ഹാബിറ്റ്, അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അച്ഛൻ. അപ്പോൾ ഇനിയും ഈ കോളേജിലുള്ള സ്റ്റുഡൻസിലെല്ലാം അതൊരു മിസ്സിങ് ആയിരിക്കും അച്ഛനെ. അപ്പോൾ ഇനിയും അച്ഛൻ ചെല്ലുന്നിടത്തെല്ലാം ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലായി തീരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഇപ്പോൾ ഉണ്ട്. ചേച്ചി അതുപോലെ ഓർക്കുന്നു. രണ്ടുപേരും ആയിരിക്കുന്നിടത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവിധ വിശ്വാസം അറിയിക്കുന്നു. ഗാഡ് ബ്ലെസ് യു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ജോൺ കാലേബ്. ഞാൻ സെൻറ്റ് ജോസഫ് കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വൈകിട്ട് 3:30 തൊട്ടാണ് ഞങ്ങൾ ICPF മീറ്റിംഗ് കോളേജിൽ കണ്ടക്ട് ചെയ്തിരുന്നത്. എല്ലാ ദിവസവും ടൈറ്റസിന് വരികയും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ, മീൻസ് ഞങ്ങൾക്ക് ജീവിതത്തിൽ മോട്ടിവേഷനുള്ള നല്ല ക്ലാസ്സുകൾ ടൈറ്റസിന് ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു.
ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിരുന്ന കുട്ടികളൊക്കെ ഞാൻ പിന്നീട് പോയി സംസാരിക്കുന്ന സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ടൈറ്റസ് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് വളരെ പ്രയോജനപ്പെട്ടിരുന്നുള്ള ആ ഒരു അനുഭവ സാക്ഷ്യം എന്നോട് അവർ പറഞ്ഞിരുന്നു. അച്ഛൻ ഇപ്പോൾ ICPF നിന്ന് മാറുന്നത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇനിയുള്ള മീൻസ് എൻ്റെ കോളേജ് ലൈഫ് തീരുവാണ്. പക്ഷേ മറ്റുള്ള കുട്ടികളെ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ അവരയ്യോ അച്ഛൻ പോവുകയാണ്. അപ്പം ആ ഒരു നല്ലൊരു വിഷമത്തിലാണ് എല്ലാവരും. എങ്കിലും അച്ഛൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അച്ഛൻ എവിടെയൊക്കെ ആയിരുന്നാലും നല്ല രീതിയിൽ തന്നെ നല്ല ഒരു കുട്ടികൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അച്ഛന് നല്ല എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Hello, I am Shiva, former students of Josco College of Nursing Edapon. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ടൈറ്റസ് അച്ഛന് എല്ലാവിധ ആശംസകളും അറിയിക്കാനാണ്. 2 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ICPF അറ്റൻഡ് ചെയ്യുവാൻ ഞങ്ങളെ കോളേജിൽ ഇടവരുത്തി. അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി താങ്ക്സ് പറയുകയാണ്. കാരണം നല്ലൊരു ICPF ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എല്ലാ ബുധനാഴ്ച ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു ആ ദിവസത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, എല്ലാത്തിനുപരി ഞങ്ങളുടെ ഒരു വഴികാട്ടിയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ പുതിയൊരു ലൈഫിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും എൻ്റെ ബാച്ച്മേറ്റ് 59 പേരുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. എവിടെയായിരുന്നാലും അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് അച്ഛനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തോട്ട്സ് ആണെങ്കിലും ചെറിയ ചെറിയ അറിവിൻ്റെ നുറുങ്ങ് വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. മോറലി സ്പിരിച്വലി ഞങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ അച്ഛൻ്റെ ഓരോ ക്ലാസ്സുകളും ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങളിപ്പോഴും അവിടുന്ന് പോന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോഴും ആ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോലും അച്ഛൻ്റെ കാര്യം, അച്ഛൻ്റെ ക്ലാസ്സിനെ പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിക്കും. പിന്നെ ഇവിടെ ഇനിയൊരു പുതിയ ജീവിതം, അച്ഛൻ്റെ ഫാമിലി ലൈഫും പുതിയ ലൈഫും കരിയർ ലൈഫും എല്ലാം വളരെ നല്ലതായിരിക്കട്ടെ. ഒരുപാട് ഉയരങ്ങളിലെത്താൻ അച്ഛനെ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ വിശ്വാസവും അറിയിക്കുന്നു. എൻ്റെ പേര് ദിവ്യാസന്തി. ഞാൻ 4th BSc വിദ്യാർത്ഥിനിയാണ്. ICPF ഗ്രൂപ്പിനെ പരിചയപ്പെട്ടിട്ട് ചുരുങ്ങിയ വർഷങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഈ ഗ്രൂപ്പ് കോളേജിൻ്റെ ഒരു ഭാഗമായി മാറി. അതിലുപരി ടൈറ്റസ് ഏട്ടൻ ഞങ്ങളെ 100 കണക്കിന് വിദ്യാർത്ഥിനികളുടെയും ഡിഗ്രിയും ICPF ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും വിധം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക്, ഗെയിം, ഡിസ്കഷൻ, കൗൺസിലിംഗ്, സിനിമ, അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് റിലാക്സേഷൻ ആയിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനുള്ള പരിഹാരം പറഞ്ഞു തരാനും ടൈറ്റസ് ഏട്ടൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും 3 to 4 ടൈം ഞങ്ങൾ ശരിക്കും ICPF മീറ്റിങ്ങിനായി മാറ്റിവെക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മിസ് ചെയ്യും, പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം വൃത്തിയായ ടൈറ്റസ് ഏട്ടനെയും ഞങ്ങൾ ICPF ഗ്രൂപ്പ്. താങ്ക്സ്. ഹായ്, എൻ്റെ പേര് റോഷ്നി. ഞാൻ മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജിലെ ലാസ്റ്റ് ഇയർ പഠിച്ചിറങ്ങിയൊരു കുട്ടിയാണ്. മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തേഴ്സ്ഡേയ്സും ലാസ്റ്റ് അവറിലെ ICPF മീറ്റിംഗ് ആണ്. അതിൽ തന്നെ ICPF മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ടൈറ്റസ് ഏട്ടനെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ. ബിക്കോസ് ടൈറ്റസ് ഏട്ടൻ ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹവും ആ ഒരു ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പും വേറൊരാളും ഞങ്ങളോട് കാണിച്ചിട്ടില്ല. പിന്നെ ഇത്രയും ഒരു ഫുൾ ഹവറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരു അവറാണ് തേഴ്സ്ഡേയ്സിലുള്ള ആ ലാസ്റ്റ് പീരീഡ്. അത് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആക്കുന്നതും ടൈറ്റസ് ഏട്ടൻ തന്നെയാണ്. ടൈറ്റസ് ഏട്ടൻ്റെ ചളിയടിയും ടൈറ്റസ് ഏട്ടൻ്റെ ആ ഒരു ചേട്ടൻ്റെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നല്ല സങ്കടമുണ്ട്, അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട്. സങ്കടം എന്താണെന്ന് വെച്ചാൽ ടൈറ്റസ് ഏട്ടൻ്റെ ICPF മീറ്റിംഗ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്കും ഇനി ടൈറ്റസ് ഏട്ടന് പകരം അവിടെ വേറൊരാൾ വന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ പുള്ളി ടൈറ്റസ് ഏട്ടന് പറ്റുന്ന രീതിയിൽ വേറെ ആർക്കും ICPF മീറ്റിംഗ് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ആ ഒരു രീതിയിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സ് പിള്ളേർ ഇനി ICPF അറ്റൻഡ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ഞാൻ ആ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. പിന്നെ അത് ഓരോ പേഴ്സൺസിൻ്റെ ഇൻഫ്ലുവൻസ്, നമ്മുടെ ലൈഫിലെ ഓരോ പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ, അല്ലേ? അതായിരിക്കണമല്ലോ. പിന്നെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ICPF ചേട്ടൻ പോയാലും ഞങ്ങളൊരു ബിഗ് എന്നൊരു സ്ഥാനം ചേട്ടൻ എന്നും ഉണ്ടാവും. ചേട്ടൻ അതുപോലെ തന്നെ ഞങ്ങളുടെ പെങ്ങന്മാരുടെ ആ ഒരു സ്ഥാനം ചേട്ടൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്നൊരു അഹങ്കാരം ഞങ്ങൾക്ക് എന്നും ഉണ്ട്.
പിന്നെ ചേട്ടനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടനെ കൊണ്ട് നന്നായിട്ട് ICPF മാനേജ് ചെയ്യാൻ പറ്റും. ICPF അവർ കൊണ്ട് മാത്രം ചേട്ടൻ നിർത്തില്ല. പിന്നെ ICPFനോട് തുടർന്ന് ഹാഫ് ആൻ അവേഴ്സ് ഓളം പ്രയർ മീറ്റിംഗ് ഉണ്ടാകാറുണ്ട് ആ കോളേജിൽ. ടൈറ്റസ് ചേട്ടൻ പോകുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ICPFിനോടുള്ള എനിക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റസ് ചേട്ടൻ റിസൈൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യുക. ടൈറ്റസ് ചേട്ടനെ പറഞ്ഞു വിടരുത്. ടൈറ്റസിന് ഉണ്ടെങ്കിൽ ICPF മിന്നിക്കും പൊളിക്കും. പിള്ളേർക്കൊക്കെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ടൈറ്റസ് ചേട്ടൻ. സോ ടൈറ്റസ് ചേട്ടൻ്റെ റെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ഇതിലൂടെ ICPFിനോട് പറയുകയാണ്. കഷ്ടം കിട്ടും. ഞങ്ങൾ കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടൊന്ന് കാണണം. ICPF ഒന്നും ഒരിക്കലും ടൈറ്റസ് ചേട്ടന് റെസിഗ്നേഷൻ കൊടുക്കാൻ പാടില്ല. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത